ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ മഹാഭാരത ചർച്ചയിൽ ഭീഷ്മ പിതാമഹൻ ശരശയിലാവുകയും ദ്രോണാചാര്യർ സേനാപതിയുടെ ആ സ്ഥാനം സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടം വരെയാണ് നമ്മൾ പഠിച്ചത്. ദ്രോണാചാര്യ സേനാപതി ആയതിനു ശേഷം എന്തൊക്കെയാണ് മഹാഭാരത യുദ്ധത്തിൽ നടന്നതെന്ന് ഇന്നത്തെ ഈ ചർച്ചയിൽ നമുക്ക് പഠിക്കാം. ഞാൻ വിചാരിക്കുന്നു 1-2 അധ്യായങ്ങൾ ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് സാധാരണ നമ്മൾ ഒരു അധ്യായം വെച്ചിട്ടായിരുന്നു എടുക്കുന്നത്, പക്ഷേ കൂടുതൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് രാംനവമിക്ക് മുമ്പായിട്ട് തന്നെ മഹാഭാരതം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് രാംനവമിയുടെ ആ ദിവസത്തോടു കൂടി നമുക്ക് രാമായണം ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻസിലിടൂ. രാമായണം കേൾക്കാൻ എല്ലാവരും റെഡിയാണോ? നമ്മൾ മഹാഭാരതം തുടർച്ചയായിട്ട് ചർച്ച ചെയ്ത പോലെ രാംനവമി മുതൽ രാമായണം ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം വാട്സപ്പിൽ, ഗ്രൂപ്പിൽ, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുക. കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കമൻസ് ആയിരിക്കും. പിന്നെ ഫേസ്ബുക്കിലെയും യൂട്യൂബിലും എല്ലാം ഞാൻ ശ്രദ്ധിക്കും. എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അന്ന് കേട്ട ഒരു കഥയുടെ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്കത് കമൻസിലിടാം. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിന്നിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമധായ ഗൗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീപാർശ്വഭാനുഭീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗപിതപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരകൃസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ
गोपेश गोपिका कान्ता राधाकान्ता नमोऽस्तुते। येदां सुरदो पङ्गोर्मम मन्दमतेर्गति मत्सर्वस्व पादाम्भुजौ राधा मदनमोहनौ दिव्यत्मन्दारण्यकल्पद्रुमद श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो पृष्ठालभे सेव्यमानो स्मरामि श्रीमन्दासरसारम्भी वंशीपटत्तटस्थिता कर्षन् वेणुस्वनैर्गोपीर्गोपीनाथश्रीस्तुना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമേശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം. കഴിഞ്ഞ ചർച്ചയിൽ ദ്രോണാചാര്യർ സേനാപതിയാകുന്ന ആ ഒരു ഘട്ടം വരെയാണ് നമ്മൾ പഠിച്ചത്. ദ്രോണാചാര്യ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുന്ന ആ ഒരു രംഗം വരെയാണ് പഠിച്ചത്. ഇരുപക്ഷത്തിലുള്ള സൈനികരും യുദ്ധത്തിനായിട്ട് ഒത്തുകൂടി നിൽക്കുന്നു. യുദ്ധം ആരംഭിച്ച ആ ഒരു ഘട്ടം വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തത്. അങ്ങനെ ഇരുപക്ഷത്തെയും യോദ്ധാക്കൾ 11-ാം ദിവസത്തെ യുദ്ധത്തിനായിട്ട് ഒത്തുകൂടി യുദ്ധം ആരംഭിച്ചു. കർണൻ 10 ദിവസമായിട്ട് യുദ്ധത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അവസാനം പാണ്ഡവരെ മുഴുവൻ തീർക്കാനായിട്ട് കർണൻ മുന്നോട്ട് വരികയാണ്. കർണൻ തുടർച്ചയായിട്ട് പല യോദ്ധാക്കളെയും കൊല്ലുന്നത് കണ്ടിട്ട് കൗരവർക്ക് വലിയ സന്തോഷമായി. കൗരവ യോദ്ധാക്കൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അവർ പറയാൻ തുടങ്ങി, പാണ്ഡവർ എന്തായാലും ഇനി ഓടാൻ പോവുകയാണ്. സാക്ഷാൽ കർണനാണ് ഇനിയിപ്പോൾ വന്നിരിക്കുന്നത്. ഭീഷ്മര് പാണ്ഡവരോട് ഒരു സ്നേഹത്താൽ അതിതീവ്രമായിട്ട് യുദ്ധം ചെയ്തില്ലായിരുന്നു എന്ന്. യുദ്ധത്തിൻ്റെ ശബ്ദം എത്രയോ കിലോമീറ്റർ അകലെ വരെ ഉള്ള കാടുകളിൽ വരെ മൃഗങ്ങളുടെ ഉള്ളിൽ ഭയം സൃഷ്ടിച്ചു. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. കാരണം ഈ യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടുന്ന ശബ്ദം എത്രയോ കിലോമീറ്റർ അകലെയുള്ള കാടുകളിൽ പോലും കേൾക്കാൻ പറ്റുമായിരുന്നു. മൃഗങ്ങളെല്ലാം പരിഭ്രാന്തിയിലായി. ഇവർ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ബഹളം കാരണം ഇവരുടെ കാൽപാദം പതിഞ്ഞ മൺതരികളെല്ലാം പറക്കാൻ തുടങ്ങി വായുവിൽ. സൂര്യനെ കാണാത്ത വിധം പൊടി പടർന്നു നടക്കുകയായിരുന്നു. മഴ പെയ്യുന്നത് പോലെ ആയുധങ്ങൾ വായുവിലൂടെ ഇങ്ങനെ പറക്കുകയായിരുന്നു. ഓരോ യോദ്ധാക്കൾ എറിഞ്ഞ ആയുധങ്ങൾ. അതിതീവ്രമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. ദ്രോണർ നേതൃത്വം വഹിക്കുകയാണ് കൗരവ സൈന്യത്തെ. ആയിരക്കണക്കിന് മൂർച്ചയേറിയ അസ്ത്രങ്ങൾ യോദ്ധാക്കളെ കുത്തിക്കീറി കൊന്നുകൊണ്ടിരിക്കുന്നു. ദ്രോണാചാര്യർ എത്രയോ യോദ്ധാക്കളെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നു. ദിവ്യാസ്ത്രങ്ങളെയൊക്കെ ആവഹിച്ച് ദ്രോണാചാര്യർ ദേവേന്ദ്രൻ എങ്ങനെയാണോ അസുരന്മാരെ കൊല്ലുന്നത് അതേപോലെ കൊല്ലാൻ തുടങ്ങി. പാണ്ഡവ സൈന്യം ദ്രോണരുടെ മുമ്പിൽ വിറയ്ക്കാൻ തുടങ്ങി. സാക്ഷാൽ യമനെ പോലെയായിരുന്നു ദ്രോണാചാര്യർ. ഇത് കണ്ടിട്ട് യുധിഷ്ഠിരൻ ധൃഷ്ടദ്യുമ്നനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ദ്രോണരെ തടയണം, ഒട്ടും സമയം പാഴാക്കരുത്. ധൃഷ്ടദ്യുമ്നൻ അലറിക്കൊണ്ട് ദ്രോണർക്കെതിരെ തിരിഞ്ഞു. ഒപ്പം ഭീമനും നകുല സഹദേവന്മാരും അഭിമന്യും മറ്റു യോദ്ധാക്കളും എല്ലാം. അവരെല്ലാവരും ദ്രോണരെ ചുറ്റി വളഞ്ഞു. അസംഖ്യം അസ്ത്രങ്ങൾ അവർ അയച്ചുകൊണ്ടേയിരുന്നു. ദ്രോണരുടെ കണ്ണു ചുമന്നു ദേഷ്യത്താൽ. അതിവേഗതയിൽ ദ്രോണരും അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. ഇവർ എറിഞ്ഞ എല്ലാ അസ്ത്രങ്ങളെയും തടുത്തുകൊണ്ട് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ദ്രോണാചാര്യക്കെതിരെ നിന്ന യോദ്ധാക്കളും രഥങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായി. ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം യുദ്ധകളത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പാണ്ഡവ യോദ്ധാക്കളും ഭയത്താൽ ഓടാൻ തുടങ്ങി. തുടർച്ചയായിട്ട് ദ്രോണരുടെ ഭയം സൃഷ്ടിക്കുന്ന ആ വില്ലിൻ്റെ ആ ഞാൻ വലിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുമായിരുന്നു. ഭീഷ്മർ ഇതിനു മുമ്പേ ചെയ്തതുപോലെ തന്നെ പാണ്ഡവ യോദ്ധാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് മറ്റ് കൗരവ യോദ്ധാക്കൾ മറ്റ് പാണ്ഡവ യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിഭീകരമായിട്ടുള്ള യുദ്ധം മറ്റ് സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു. ദ്രോണാചാര്യർ ദുര്യോധനന് കൊടുത്ത ആ പ്രതിജ്ഞയെ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. കലപ്പ് വെച്ച് കൃഷിക്കാരൻ എങ്ങനെയാണോ കൃഷിസ്ഥലം ഉഴുതി മറിക്കുന്നത്, അതേപോലെ ദ്രോണാചാര്യ യുദ്ധം ചെയ്യായിരുന്നു. യുധിഷ്ഠിരൻ ചുറ്റും മഹാരഥികളുടെ സംരക്ഷണത്താൽ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അർജുന അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു, ഒരുപാട് യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട്. അവരെല്ലാവരും അർജുനെ എങ്ങനെയെങ്കിലും യുധിഷ്ഠിരൻ്റെ അടുത്ത് നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദ്രോണർ അതിസാഹസികമായി പല യോദ്ധാക്കളെയും വീഴ്ത്തി യുധിഷ്ഠിരൻ്റെ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പാഞ്ചാല രാജ്യത്തിലെ ഒരു കുമാരൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവ് യുധിഷ്ഠിരനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യുധിഷ്ഠിരനും ആ സമയത്ത് തുടർച്ചയായിട്ട് ദ്രോണർക്കെതിരെ അസ്ത്രങ്ങൾ അയച്ചു. ഈ കുമാരൻ എന്ന് പറയുന്ന രാജാവ് നേരെ ദ്രോണാചാര്യയുടെ മുമ്പിൽ ചാടുകയാണ്. എന്നിട്ട് ദ്രോണാചാര്യരെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. കുമാരൻ ഒരു 100 അസ്ത്രങ്ങൾ ദ്രോണാചാര്യർക്ക് എതിരെ എറിയുകയാണ്. അലറിക്കൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും കുമാരൻ അസ്ത്രങ്ങൾ അയച്ചു. അത് കാരണം ദ്രോണാചാര്യർ നന്നായി മുറിവേറ്റു. ദ്രോണർ എങ്ങനെയൊക്കെയോ സ്വബോധം തിരിച്ചു കിട്ടിയ അദ്ദേഹത്തിൻ്റെ വില്ലിൽ ഒരു അസ്ത്രം നന്നായിട്ട് ഉന്നം പിടിച്ചു. ചെവി വരെ ആ ഞാണിനെ വലിച്ചുകൊണ്ട് അയച്ചു. ഒട്ടും ഉന്നം തെറ്റാതെ അത് കുമാരൻ്റെ തലയറുത്ത് വീഴ്ത്തുകയാണെന്നുള്ളത്. വീണ്ടും അടുത്ത പാഞ്ചാല രാജ്യത്തിലെ അടുത്തൊരു രാജകുമാരൻ അവിടെ വരികയാണ്, സിംഹസേനൻ എന്ന് പറയുന്നു. സിംഹസേനനെ സഹായിക്കാനായിട്ട് വ്യഗ്രദത്തൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും തുടർച്ചയായിട്ട് ദ്രോണരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഹസേനൻ ഒരു 100 അസ്ത്രങ്ങൾ ദ്രോണാചാര്യക്കെതിരെ അയച്ചു. ആ അസ്ത്രങ്ങളാൽ ദ്രോണാചാര്യർ മൂടിക്കിടക്കുകയായിരുന്നു. ആ അസ്ത്രങ്ങൾ കാരണം ദ്രോണാചാര്യരുടെ കൈകളും നെഞ്ചും എല്ലാം കുത്തിക്കേറി. പക്ഷെ എന്നിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ ദ്രോണർ 2 മൂർച്ചയേറിയ അസ്ത്രങ്ങൾ അതിവേഗതയിൽ അയച്ചുകൊണ്ട് ഈ സിംഹസേനൻ്റെയും വ്യഗ്രത്തിൻ്റെയും തലയറക്കുകയാണ്. ഇതിനുശേഷം യുധിഷ്ഠിരനെ നേരെ തിരിയുകയാണ്. കാരണം ദ്രോണാചാര്യർ വാക്ക് കൊടുത്തിരുന്നു യുധിഷ്ഠിരനെ ബന്ദിയാക്കുമെന്ന്. ദ്രോണാചാര്യർ യുധിഷ്ഠിരനെതിരെ തിരിയുന്നത് കണ്ടിട്ട് കൗരവരെല്ലാവരും സന്തോഷിച്ചു. യുധിഷ്ഠിരൻ ഇനി യുധിഷ്ഠിരൻ ബന്ദിയായി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. അതേ സമയത്ത് പാണ്ഡവ സൈന്യത്തിലുള്ള എല്ലാവരും വിഷമം കൊണ്ട് കരയാൻ തുടങ്ങി. കാരണം ദ്രോണാചാര്യർ അടുത്തുകൊണ്ടേയിരിക്കുന്നു യുധിഷ്ഠിരൻ്റെ അടുത്തോട്ട്. ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് അർജുൻ അതിവേഗതയിൽ ദ്രോണാചാര്യൻ്റെ അടുത്ത് എത്തുകയാണ്. പല അർജുനെ തടഞ്ഞുകൊണ്ടിരുന്ന എല്ലാ യോദ്ധാക്കളെയും ഒരു കാരണവും ഇല്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ തുടർച്ചയായിട്ട് ഒരു വഴി സൃഷ്ടിക്കുന്ന പോലെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ ഹനുമാൻ്റെ ആ കൊടിയടയാളവും ഹനുമാൻ സ്വാമി ആ കൊടിയിൽ നിന്നും അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അലർച്ചയും എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദുര്യോധൻ 1000 യോദ്ധാക്കളെ അർജുനെ തടയാനായിട്ട് നിയമിച്ചു. അവരെല്ലാവരും സ്വന്തം ജീവൻ പോലും നോക്കാതെ എടുത്തു ചാടുകയാണ് അർജുൻ്റെ മുമ്പിൽ. അർജുനെ ചുറ്റും ആർക്കും ഒന്നും കാണാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അസംഖ്യം അസ്ത്രങ്ങൾ ചുറ്റും വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു
കോട്ട പോലെയായിരുന്നു ഈ അസ്ത്രങ്ങൾ. ആർക്കും ആ അസ്ത്രങ്ങളെ മറികടന്ന് പ്രവേശിക്കാൻ കഴിയത്തില്ലായിരുന്നു. ആ അസ്ത്രങ്ങൾ കൊണ്ട് രഥങ്ങളെല്ലാം തകർന്നു വീണു. ദ്രോണർക്ക് യുധിഷ്ഠിരൻ്റെ അടുത്ത് എത്താൻ പോലും കഴിയുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ദൂരെ നിന്നും അർജുൻ അസ്ത്രങ്ങൾ അയക്കുമായിരുന്നു ദ്രോണർക്കെതിരെ. ഇനി ദ്രോണാചാര്യരെ സഹായിക്കാൻ എത്തിയ മറ്റ് യോദ്ധാക്കൾക്കും ദ്രോണാചാര്യരെ സഹായിക്കാൻ പോലും പറ്റിയില്ല. അർജുൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് അവരെല്ലാം മരിച്ചു വീഴുമായിരുന്നു. ഇനി ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഓടുകയാണ്. അങ്ങനെ ഒരു കൂട്ടം കൗരവ സൈന്യത്തെ അർജുൻ നശിപ്പിക്കുകയാണ്. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുകയും ദ്രോണാചാര്യർ ശംഖൂതുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരുപക്ഷത്തിലുള്ള യോദ്ധാക്കളും അവരവരുടെ ശിബിരത്തിലേക്ക് പോവുകയാണ്. ദ്രോണാചാര്യർക്ക് ഒരുപാട് വിഷമായി. ദുര്യോധൻ്റെ പക്ഷത്തിലേക്ക് തിരിച്ചെത്തി. അർജുൻ്റെ ആ സാഹസികതയുടെ മുമ്പിൽ ദ്രോണാചാര്യൻ്റെ സഹായനായിട്ട് തോന്നി സ്വയം. സ്വന്തം ശിഷ്യനെ പോലും കീഴടക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു നാണക്കേട് ദ്രോണാചാര്യർക്ക് തോന്നുകയായിരുന്നു. ദ്രോണാചാര്യർ ദുര്യോധനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ, അർജുൻ യുധിഷ്ഠിരൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ എനിക്ക് അവനെ ഒരിക്കലും കീഴടക്കാൻ കഴിയില്ല. നീ ഏതെങ്കിലും രീതിയിൽ അർജുനെ യുധിഷ്ഠിരൻ്റെ അടുത്ത് നിന്ന് അകറ്റണം. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ യുധിഷ്ഠിരനെ എനിക്ക് കീഴടക്കാൻ കഴിയും. ഞാൻ ഉറപ്പ് നൽകുന്നു, ഒന്നുകിൽ ഞാൻ യുധിഷ്ഠിരനെ ബന്ദിയാക്കും, അല്ലെങ്കിൽ പാണ്ഡവ സൈന്യത്തിലെ പ്രധാനപ്പെട്ട ഒരു യോദ്ധാവിനെ ഞാൻ കൊല്ലും. ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. പക്ഷേ അർജുൻ അവിടെ എങ്ങും അടുത്തല്ല എന്ന് നീ ഉറപ്പ് വരുത്തണം. ദ്രോണർ പറയുന്ന ഇത് കേട്ടിട്ട് സുശർമ്മൻ പറഞ്ഞു, അർജുൻ പല പ്രാവശ്യവും നമ്മളെ നാണം കെടുത്തിയിട്ടുണ്ട്. അർജുന് എന്നോടും എൻ്റെ സഹോദരങ്ങളോടും വലിയ ദേഷ്യമുണ്ട്. അർജുനോടുള്ള ആ പകയും വിദ്വേഷവും ഓർത്തുകൊണ്ട് എനിക്ക് ഉറക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നാളെ ആ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. ഞാനും എൻ്റെ 50,000 തേരാളികളും ഒരിക്കലും യുദ്ധത്തിൽ നിന്നും പിന്തിരിയാത്ത 50 യോദ്ധാക്കളും നമ്മൾ അർജുനെ വെല്ലുവിളിക്കാം നാളെ. ഒന്നുകിൽ നമ്മൾ മരിച്ചു വീഴും, അല്ലെങ്കിൽ നമ്മൾ അർജുനെ കൊല്ലും. ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. സുശർമ്മൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ദുര്യോധനന് സന്തോഷമായി. ദുര്യോധന അഭിനന്ദിച്ചു. സുശർമ്മനോടൊപ്പം 4 സഹോദരങ്ങളുമുണ്ട്. അവരെല്ലാവരും അഗ്നിയുടെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തു. ഒന്നുകിൽ അവരെല്ലാവരും യുദ്ധത്തിൽ മരിക്കും, അല്ലെങ്കിൽ അർജുനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തും. അങ്ങനെ ബ്രാഹ്മണരെല്ലാം മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരുടെ സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവരെല്ലാവരും പ്രതിജ്ഞ എടുത്തു, നാളെ യുദ്ധക്കളത്തിൽ ഒന്നുകിൽ നമ്മൾ അർജുനെ കൊല്ലും, അല്ലെങ്കിൽ അർജുൻ്റെ കൈയാൽ നമ്മളെല്ലാവരും മരിക്കും. ഇത് നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപികളായിട്ട് മാറട്ടെ, എന്നെന്നും നരകയാതനകൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ സുശർമ്മൻ ആ പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് പറയുകയാണ്. ഇതിനുശേഷം സുശർമ്മനും സഹോദരങ്ങളും രാത്രിയിൽ ഉറങ്ങാൻ പോവുകയാണ്. ഇത് കണ്ടിട്ട് ദുര്യോധനന് വലിയ സന്തോഷമായി, പ്രതീക്ഷയും വർദ്ധിച്ചു. ദുര്യോധനൻ ചിന്തിക്കുകയായിരുന്നു, സുശർമ്മൻ എന്തായാലും അർജുനെ കൊല്ലാൻ കഴിയില്ല, അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും ആ സമയം കൊണ്ട് ദ്രോണാചാര്യർക്ക് സമയം കിട്ടും യുധിഷ്ഠിരനെ ബന്ദിയാക്കാൻ. ഇത് കേട്ടിട്ട് ദുര്യോധനും കർണനെ നോക്കി ചിരിച്ചു. അതുകൊണ്ട് അർജുനെ കൊല്ലേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം ദ്രോണരുടെയും സുശർമ്മൻ്റെ ഈ പദ്ധതിയുടെ ഉള്ളിൽ തന്നെ യുദ്ധം തീരും. എന്തായാലും യുദ്ധത്തിൽ ജയിക്കുക എന്നതായിരുന്നു ദുര്യോധനന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിറ്റേ ദിവസം 12-ാം ദിവസം യുധിഷ്ഠിരൻ്റെ അടുത്ത് ആ വാർത്ത എത്തി. ചാരന്മാർ അറിയിച്ചു, ഇന്നും ദ്രോണാചാര്യർ അങ്ങേ ബന്ദിയാക്കാൻ നോക്കുകയാണ്. സുശർമ്മൻ്റെ ആ പ്രതിജ്ഞയും കേട്ടു. അർജുൻ്റെ അടുത്ത് യുധിഷ്ഠിരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങൊട്ടും ഭയപ്പെടേണ്ട, സാക്ഷാൽ സാത്വികി അങ്ങയുടെ കൂട്ടത്തിലുണ്ട്, എൻ്റെ ശിഷ്യനാണ്, എന്നെപ്പോലെ തന്നെ ശക്തനാണ് അദ്ദേഹം.
അദ്ദേഹം എപ്പോഴും അങ്ങയുടെ കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് അഥവാ ഞാൻ യുദ്ധത്തിൽ അകന്നു പോയി കഴിഞ്ഞാലും ഒരിക്കലും ആർക്കും സാത്വികയെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ യുധിഷ്ഠിരൻ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് യുദ്ധം ആരംഭിക്കുകയാണ്. ഭൂമിയെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. യുദ്ധം ആരംഭിച്ചപ്പോഴത്തേക്ക് വീണ്ടും യോദ്ധാക്കളുടെ കാൽ പതിഞ്ഞ മൺപൊടികളെല്ലാം ആകാശത്ത് പറക്കാൻ തുടങ്ങി. യുധിഷ്ഠിരൻ്റെ സൈന്യം ഒരു മുതലയുടെ ആകൃതിയിലായിരുന്നു ഇന്ന് രൂപം ധരിച്ചിരിക്കുന്നത്, വ്യൂഹം ധരിച്ചിരിക്കുന്നത്. അർജുനെ കണ്ട ഉടൻ തന്നെ സുശർമൻ്റെ കൂട്ടരും അർജുനെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷത്രിയൻ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യേണ്ടതാണ്. അർജുൻ ആ വെല്ലുവിളിയെ സ്വീകരിച്ച് യുദ്ധം ആരംഭിച്ചു. ഉടൻ തന്നെ 30,000 തേരാളികളായിരുന്നു, സംശപ്തകന്മാരും ത്രികർത്തകന്മാരും അർജുനെ വളഞ്ഞു. അതേ സമയത്ത് മറ്റ് പാണ്ഡവ കൂട്ടർ മറ്റ് പല കൗരവ യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുൻ വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ യുദ്ധം ചെയ്യുകയാണ്. എല്ലാവരുടെയും ചെവിക്കല്ല് പൊട്ടിക്കുന്ന രീതിയിൽ എല്ലാവരും അലറിക്കൊണ്ട് ആയുധങ്ങളെല്ലാം എടുത്ത് അർജുനെതിരെ തിരികുകയാണ്. അവരുടെ ആ വെല്ലുവിളിയൊക്കെ കേട്ടിട്ട് അർജുൻ ഭഗവാൻ കൃഷ്ണനോട് പറയുകയാണ്, ദേവകീ നന്ദന, നോക്കൂ, ഇവരുടെ ആ ഉത്സാഹം കണ്ടില്ലേ? അവർ ഭയമില്ല, വിഷമമില്ലാതെ മരിക്കാൻ തയ്യാറായിട്ട് ഇവർ യുദ്ധം ചെയ്യുകയാണ്. എത്ര ധൈര്യമുള്ള ആൾക്കാരോ യോദ്ധാക്കളാണ് നോക്കണേ. എന്നിട്ട് അർജുൻ ശംഖൂതി, ദേവദത്തം ആ ശംഖൂതിയ ഉടൻ തന്നെ അർജുനെതിരെ നിൽക്കുന്ന യോദ്ധാക്കളുടെ കുതിരകൾ മൂത്രമൊഴിച്ചു, ആനകൾ മൂത്രമൊഴിച്ചു. അവരെല്ലാം പേടിച്ചു വരണ്ടു. അവിടെയുള്ള യോദ്ധാക്കൾ വരണ്ടു. അവർക്ക് സ്തംഭിച്ചു പോയി, ഒന്നും അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലായി. ആ ശംഖനാദം നിലച്ചപ്പോൾ എല്ലാവരും വീണ്ടും അവർക്ക് അവരുടെ സ്വബോധം തിരിച്ചു കിട്ടി. വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അർജുൻ ആ എതിരായിട്ട് നിൽക്കുന്ന എല്ലാ യോദ്ധാക്കൾക്കും കൊള്ളുന്ന വിധത്തിൽ അസ്ത്രം അയക്കുകയാണ്, ഒരു ഉന്നം പോലും തെറ്റാതെ. അർജുനെതിരെ നിൽക്കുന്ന എല്ലാ യോദ്ധാക്കളുടെയും ദേഹത്ത് അസ്ത്രം തുളച്ചു കയറുകയാണ്. സുശർമൻ്റെ സഹോദരങ്ങളും മറുപടിയായിട്ട് അസംഖ്യ അസ്ത്രങ്ങൾ അയക്കുകയാണ്. ആ അസ്ത്രങ്ങൾ കൊണ്ട് അർജുൻ്റെ കൈയും നെഞ്ചും ഒക്കെ മുറിയുകയാണ്. ഇത് കൂടാതെ വീണ്ടും ഒരു കൂട്ടം അസ്ത്രങ്ങൾ അർജുന് എതിരെ വരികയായിരുന്നു. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അതിൽ ഒരു അസ്ത്രങ്ങൾ പോലും അർജുന് കൊള്ളാത്ത വിധത്തിൽ അകറ്റി. ആ അസ്ത്രങ്ങളുടെ മഴയിൽ നിന്നും അർജുൻ രക്ഷപ്പെട്ടപ്പോൾ ഒരു കൂട്ടം അസ്ത്രങ്ങൾ അർജുൻ എതിരാളികൾക്ക് എതിരെ എറിയുകയാണ്. തുടർച്ചയായിട്ടുള്ള ഈ അസ്ത്രങ്ങൾ കൊണ്ട് അർജുൻ സുശർമൻ്റെ സഹോദരനായ സുധർമ്മൻ്റെ 4 കുതിരകളെയും കൊല്ലുകയാണ്. എന്നിട്ട് സുധർമ്മൻ്റെ തലയർക്കുകയാണ്. ഇത് കണ്ട ഉടനെ ബാക്കിയുള്ള 4 സഹോദരന്മാർക്കും ദേഷ്യം ഇനിയും വർദ്ധിച്ചു. 1000-കണക്കിന് യോദ്ധാക്കൾ വളരെ ശക്തമായിട്ട്, തേരാളികൾ, കുതിരപ്പടയാളികളും ആയുധങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് എല്ലാ ദിശകളിൽ നിന്നും അർജുനെ ആക്രമിക്കാൻ തുടങ്ങി. അതേ സമയത്ത് ഭഗവാന്റെ നാരായണസേനയും ദ്വാരകയിൽ നിന്നുള്ള നാരായണസേനയും അർജുനെതിരെ തിരികുകയാണ്. അങ്ങനെ അർജുൻ ഏറ്റവും ശക്തമായിട്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് പാണ്ഡവ പക്ഷത്തുള്ള മറ്റ് യോദ്ധാക്കൾ അർജുനിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു. കൗരവ സൈന്യം പരുന്തിൻ്റെ ആകൃതിയിലായിരുന്നു വ്യൂഹം തയ്യാറാക്കിയത്. അവർ പാണ്ഡവർക്കെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദ്രോണാചാര്യർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ്. ദ്രോണാചാര്യർ യുധിഷ്ഠിരനെതിരെ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ സാത്യകി ദ്രോണർക്കെതിരെ വരികയാണ്. ഒരു 100 കണക്കിന് അസ്ത്രങ്ങൾ ദ്രോണാചാര്യർക്ക് എതിരെ എറിയുകയാണ്.
സാത്വികയുടെ അസ്ത്രം കൊണ്ട് ദ്രോണാചാര്യരുടെ 2 സാരഥികളെ ബോധം കെടുത്തിയെന്നുള്ളു. ആദ്യം ഒരു സാരഥി ബോധം കെടുത്തി, രണ്ടാമതൊരു സാരഥി വന്നപ്പോൾ ആ സാരഥിയും സാത്വികി ബോധം കെടുത്തിയെന്നുള്ളു. എന്നിട്ട് കുതിരകളെ എല്ലാ അസ്ത്രങ്ങളെ കൊണ്ട് തടുത്തു എന്നുള്ള, അസ്ത്രങ്ങളെല്ലാം തുളച്ചു കയറി ഓരോ കുതിരകളുടെ ഉള്ളിലും. അവസാനം ദ്രോണരുടെ രഥം നിൽക്കേണ്ടി വന്നു. ദ്രോണർക്ക് ഒരുപാട് ദേഷ്യമായി. കണ്ണ് ചുവന്ന് ദ്രോണാചാര്യ വീണ്ടും സാത്വികി ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് വിചാരിച്ചു സാത്വികിയുടെ മരണം ഇനി ഉറപ്പാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു അസംഖ്യം അസ്ത്രങ്ങൾ ദ്രോണാചാര്യർ അയച്ചുകൊണ്ട് സാത്വികയുടെ കവചം തുളച്ച് അസ്ത്രങ്ങളെല്ലാം സാത്വികയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ടും സാത്വികി ഒരു കുലുക്കവും ഇല്ലാതെ വീണ്ടും അടുത്തൊരു വില്ലെടുക്കുകയാണ്. അതായത് സാത്വികയുടെ വില്ല് ഒടിച്ചു, അതുകൂടാതെ സാത്വികയുടെ കവചം തകർത്ത് അത് ഉള്ളിലേക്ക് പ്രവേശിച്ചു അസ്ത്രങ്ങളെല്ലാം. സാത്വികി ഒരു 30 അസ്ത്രങ്ങൾ കൊണ്ട് വീണ്ടും യുദ്ധം ചെയ്യുകയാണ് ദ്രോണാചാര്യക്കെതിരെ. ആ അസ്ത്രങ്ങൾ കൊണ്ട് ദ്രോണാചാര്യ രഥത്തിൽ നിന്ന് കറങ്ങി എന്നുള്ളതാണ്. ദ്രോണാചാര്യയുടെ കയ്യിൽ നിന്ന് വില്ലും താഴെ വീണെന്നുള്ളതാണ്. ദ്രോണാചാര്യർ സാത്വികയുടെ മുമ്പിൽ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കണ്ടിട്ട് മറ്റ് കൗരവ യോദ്ധാക്കൾ ദ്രോണാചാര്യരെ സഹായിക്കാൻ എത്തുകയാണ്. അതേസമയത്ത് മറ്റ് പാണ്ഡവ സൈനികരും സാത്വികയുടെ അടുത്ത് എത്തിക്കുകയാണ്. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ളൊരു യുദ്ധം നടക്കുകയാണ്. ആ സമയം കൊണ്ട് ദ്രോണാചാര്യർക്ക് എങ്ങനെയോ സുബോധം തിരിച്ചു കിട്ടി. അങ്ങനെ വീണ്ടും ദേശത്തോടു കൂടി യുദ്ധം ചെയ്യുകയാണ്. ആയിരക്കണക്കിന് പാഞ്ചാല യോദ്ധാക്കളും മത്സ്യദേശത്തെ യോദ്ധാക്കളും ദ്രോണാചാര്യരെ ചുറ്റി വളഞ്ഞു എന്നുള്ളതാണ്. അവരെയെല്ലാം ഒരു ദയയില്ലാതെ ദ്രോണാചാര്യർ കൊല്ലുകയാണ്. ഈ പ്രദേശത്തെ ശക്തരായിട്ടുള്ള 2 രാജകുമാരന്മാർ സത്യജിത്തിനെയും സതാനികനെയും വധിക്കുകയാണ്. പാണ്ഡവ സൈന്യം ഇങ്ങനെ മരിക്കുന്നതായിട്ട് കണ്ടിട്ട് ദൃഷ്ടദ്യുമ്നൻ നേരെ ശിഖണ്ഡിയും കൂടെ കൂട്ടി ദ്രോണാചാര്യരുടെ മുമ്പിൽ വരികയാണ്. അവരോടൊപ്പം തന്നെ സാത്വികി, ചൈകിതാനൻ, മറ്റ് പല പാണ്ഡവ യോദ്ധാക്കളും ദ്രോണാചാര്യരെ തടുത്തു നിർത്തുകയാണ്. അങ്ങനെ യുദ്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇരുപക്ഷത്തും യോദ്ധാക്കൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യുദ്ധക്കളം മാംസവും രക്തവും കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. പല ഓരോ യോദ്ധാക്കളുടെ ആന്തരിക അവയവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ദ്രോണാചാര്യർ ഒരു ബാധ കയറിയതുപോലെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാണ്ഡവ സൈന്യം ഭയത്താൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്രോണാചാര്യർ പല ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ആ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് യോദ്ധാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ദ്രോണാചാര്യരെ നേരിടുന്ന എല്ലാവരും ഓടാൻ തുടങ്ങി. അവർക്ക് ദ്രോണാചാര്യരെ നേർക്കുനേർ നോക്കാനുള്ള ശക്തി പോലും തോന്നിയില്ല. പാണ്ഡവ സൈന്യത്തിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന എല്ലാവരും മരിച്ചു വീഴാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ട് ദ്രോണാചാര്യരുടെ ഈ പരാക്രമം കണ്ടിട്ട് ദുര്യോധൻ ചിരിക്കുകയാണ്. ദുര്യോധൻ കർണനോട് പറയുകയാണ്, കർണ നോക്കൂ, പാണ്ഡവ സൈന്യം ഓടുന്ന കണ്ടോ? അവരെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ദ്രോണരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് യുദ്ധം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അവർ നോക്കുന്നിടത്തെല്ലാം ദ്രോണരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെ യുദ്ധത്തിൽ വരാനാണ്? ഈ ഒരു ദ്രോണർക്കെതിരെ ഭീമൻ എന്ത് ചെയ്യാനാണ്? പക്ഷെ ഇത് കേട്ടപ്പോൾ കർണൻ അങ്ങനെയല്ല പറഞ്ഞത്. കർണൻ പറഞ്ഞു, ആ ഭീമൻ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് ഓടത്തില്ല. അവന് ജീവനുള്ളിടത്തോളം കാലം. മറ്റ് ഭീമൻ്റെ സഹോദരന്മാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്ത അനീതി അധർമ്മമൊക്കെ ഓർത്തുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ട് വരും. ഇപ്പോഴും ഭീമൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നീ അങ്ങോട്ട് നോക്കൂ, ഭീമൻ വരുന്നതേ ഉള്ളൂ. ഭീമൻ എന്തായാലും നമ്മുടെ ഒരുപാട് സൈനികരെ കൊല്ലും. സാത്വികയെ കണ്ടില്ലേ? ദൃഷ്ടദ്യുമ്നെ കണ്ടില്ലേ? അവരെല്ലാവരും സൈന്യത്തെ വീണ്ടും ഒത്തുപിടിക്കുന്ന കണ്ടില്ലേ? നകുല സഹദേവന്മാരെയും ബാക്കിയുള്ള മഹാരാധികളെയും നോക്കൂ. അവർ വീണ്ടും സൈനികരെ എല്ലാം ഒത്തുകൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ദ്രോണർക്കെതിരെ യുദ്ധം ചെയ്യുക. അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുക. ദുര്യോധനൻ അപ്പോൾ നോക്കിയപ്പോൾ ഭീമൻ രഥത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ദ്രോണർക്കെതിരെ ചാടി മുന്നോട്ട് വരികയാണ്. ഭീമനോടൊപ്പം ദൃഷ്ടദ്യുമ്നൻ, സാത്വികി ഇവരെല്ലാവരും ഉണ്ട്. ഈ 3 യോദ്ധാക്കളും സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അതിനോടൊപ്പം
ഒരു കൂട്ടം യോദ്ധാക്കളും തേരാളികളും കുതിരപ്പടയാളികളും അവരെല്ലാം അസ്ത്രങ്ങളും ഏന്തി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുര്യോധൻ കർണനിൽ നിന്ന് അകന്ന് യുദ്ധത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ദ്രോണരെ സംരക്ഷിക്കാനായിട്ട്. ഉടൻ തന്നെ ഒരു കൂട്ടം കൗരവ യോദ്ധാക്കൾ മുന്നോട്ട് വന്ന് ദ്രോണാചാര്യരെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് ദ്രോണാചാര്യർക്കെതിരെ നിൽക്കുന്ന അവരെയുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദുര്യോധൻ സ്വയം ഭീമനെ ആക്രമിച്ചു. ദുര്യോധൻ വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഒരു ആന സൈന്യത്തിൻ്റെ കൂട്ടത്തിലായിരുന്നു, ഒരു കൂട്ടം ആനകളുടെ ഒരു സൈന്യ വ്യൂഹത്തിലായിരുന്നു, അതിൻ്റെ നേതൃത്വം വഹിക്കുമായിരുന്നു ദുര്യോധനൻ. ഈ ആനക്കൂട്ടങ്ങളെ വെച്ചുകൊണ്ട് നേരെ ഭീമസേനെ അപമാനിക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് ഭീമൻ ചിരിക്കുകയായിരുന്നു. ഭീമൻ ഒരു കൂട്ടം അസ്ത്രങ്ങൾ ഈ ആനകൾക്കെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. ചെവി വരെ ഞാൻ വലിച്ചു പിടിച്ചിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു. ഭീമൻ്റെ ആ ശക്തി കാരണം ഓരോരോ ആനകളും ആ അസ്ത്രങ്ങൾ കൊണ്ട് വീഴാൻ തുടങ്ങി. ഭീമൻ്റെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധക്കളത്തിൽ ഓടിക്കൊണ്ടേയിരുന്നു. അസംഖ്യ അസ്ത്രങ്ങളും ഭീമൻ്റെ വില്ലിൽ നിന്നും വർഷിച്ചുകൊണ്ടേയിരുന്നു. ആനകളെല്ലാം രക്തത്തിൽ കുളിച്ച് ദേഹം മുഴുവൻ അസ്ത്രങ്ങളെ കൊണ്ട് മൂടി മരിച്ചു വീഴാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പരിഭ്രാന്തിയിലായി ദുര്യോധൻ ഭീമനെ നേരെ വരികയാണ്. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ ഭീമനെ ആക്രമിക്കാൻ തുടങ്ങി. ഭീമൻ നേർക്കുനേർ നിൽക്കുകയാണ് ദുര്യോധനൻ്റെ എതിരെ. എന്നിട്ട് എപ്പോഴും ഭീമന് സന്തോഷം വരുമ്പോൾ, യുദ്ധത്തിലൊരു നല്ല ഉത്സാഹത്തിൽ നിൽക്കുമ്പോൾ ഭീമ ഉടനെ നാക്ക് പുറത്തിടിങ്ങനെ ഉടനെ തന്നെ ഭീമനെ നാക്കൊക്കെ പുറത്തിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ ദുര്യോധനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. അത് ദുര്യോധനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. അടുത്തൊരു അസ്ത്രം അയച്ച് ദുര്യോധൻ്റെ കൊടിയടയാളത്തെ തകർക്കുകയാണ്. അതിനുശേഷം ദുര്യോധൻ്റെ വില്ല് തകർത്തു. എന്നിട്ട് ഉറക്കെ അട്ടഹസിക്കാൻ തുടങ്ങി ഭീമൻ ദുര്യോധനെ കീഴ്പ്പെടുത്തുന്നു എന്ന് കണ്ടപ്പോൾ അടുത്ത ഒരു ആന വ്യൂഹം, ഒരു കൂട്ടം ആനപ്പടയാളികളുടെ ഒരു വ്യൂഹം അവിടെ എത്തുകയെന്നുള്ളതാണ്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആനക്കൂട്ടങ്ങളുമായിട്ട് ഭീമനെതിരെ ആക്രമിക്കുകയാണ്. ഒട്ടും താമസിക്കാതെ ഒരു ശക്തമായിട്ടുള്ള ഒരു അസ്ത്രം എറിഞ്ഞ് ഭീമൻ ആ ആനയെ ഉടൻ തന്നെ വധിക്കുക എന്നുള്ളത്. അടുത്തൊരു 4 അസ്ത്രങ്ങൾ കൊണ്ട് ആന നിലം പതിക്കുകയാണ്. ഇടി വെട്ടുന്ന പോലെ ആ ആന ഭൂമിയിൽ വീഴുകയാണ്. ആന വീഴുന്ന ആ സമയം കൊണ്ട് അതിൻ്റെ മുകളിലിരുന്ന ആ യോദ്ധാവ് ചാടുകയായിരുന്നു. പക്ഷെ ആ ചാടുന്ന ആ സമയം കൊണ്ട് ഭീമൻ ആ യോദ്ധാവിൻ്റെ കഴുത്ത് അറക്കുകയാണ് ഒരു അസ്ത്രം കൊണ്ട്. ഒട്ടും ഉന്നം തെറ്റാതെ ആ ചാടുന്ന ആളുടെ കഴുത്ത് അറുത്തുകൊണ്ട് പോവുകയാണ്. അന്നേരം ആ ആനവ്യൂഹം നയിച്ചുകൊണ്ടിരുന്ന നേതൃത്വം വഹിച്ചിരുന്ന യോദ്ധാവായിരുന്നു ഇദ്ദേഹം. അത് കണ്ടിട്ട് ബാക്കിയുള്ള ആനക്കൂട്ടങ്ങളെല്ലാവരും ഓടാൻ തുടങ്ങിയതാണ്. ദുര്യോധന എങ്ങനെയൊക്കെയോ അവരെ വിളിച്ച് പ്രോത്സാഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ അവരാരും തിരിച്ചു വന്നില്ല, അവരെല്ലാവരും ഓടിയത്. ഉടൻ തന്നെ ഭാഗദത്തൻ അവിടെ ദുര്യോധനെ സഹായിക്കാനായിട്ട് എത്തുകയായിരുന്നു. ഇനിയാണ് കിടിലം കേട്ടോ. ഈ ഭാഗദത്തിന് ഒരു ആനയുണ്ട്, സുപ്രതിക എന്ന് പറയുന്നത്. ഈ ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആനയെ പോലെയല്ല, 1000 ആനയുടെ ബലമുണ്ട് ഈ ആനയ്ക്ക്. ആ സുപ്രതിക എന്ന് പറയുന്ന ആന അതിശക്തമായിട്ട് ഭീമനെതിരെ തിരികുകയാണ്. ആ ആന പോകുന്നിടത്തെല്ലാം ചവിട്ടി മെതിച്ചാണ് പോകുന്നത്. ഭീമൻ ഒരു കൂട്ടം അസ്ത്രങ്ങൾ ആ സുപ്രതിക എന്ന് പറയുന്ന ആനയ്ക്കെതിരെ എറിഞ്ഞു. പക്ഷെ ആനയ്ക്ക് ഒന്നും സംഭവിച്ചില്ലെന്നുള്ളതാണ്. നിമിഷങ്ങൾക്കകം അത് ഭീമൻ്റെ അടുത്തേക്ക് ചാടി വന്നു എന്നുള്ള. ഭീമൻ അതിൽ നിന്ന് ചാടി ഉടൻ തന്നെ രഥത്തിൽ നിന്നും. പക്ഷെ എന്നിട്ടും അതിലെ സാരഥിയെയും അതിലെ കുതിരകളെയും രഥത്തെയും ചവച്ചു എന്നുള്ളതാണ്. വീണ്ടും സുപ്രതികൻ
എന്ന് പറയുന്ന ആന അലറിക്കൊണ്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ഭീമനെ കൊല്ലാൻ തന്നെ എന്തോ ലക്ഷ്യം വെച്ചതുപോലെ. ഉടൻ തന്നെ ഭീമൻ എന്ത് ചെയ്തു? ആനയുടെ അടിയിൽ പോയിരിക്കുകയാണ്. അതായത് ആനയുടെ വയറ്റിൻ്റെ അടിയിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് മുഷ്ടി ചുരുട്ടി ആനയെ പ്രഹരിച്ചുകൊണ്ടിരിക്കുക, ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ വേദന കൊണ്ട് സുപ്രതിക ആന ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഭീമനെ കാണാനും പറ്റുന്നില്ലേ. ഉടൻ തന്നെ ഭീമൻ അതിൽ നിന്ന് പുറത്തു വന്ന ഉടൻ തന്നെ തുമ്പിക്കൈ വെച്ച് സുപ്രതികൻ ഭീമനെ അങ്ങ് പൊക്കി എന്നുള്ളതാണ്. ഭീമൻ കറങ്ങി വഴുതി മാറി എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും ആനയുടെ വയറ്റിൻ്റെ അടിയിൽ പോയി ഒളിക്കുക എന്നുള്ളതാണ്. സുപ്രതികൻ എങ്ങനെയെങ്കിലും ഭീമനെയൊക്കെ കൊല്ലണമെന്നുണ്ടായിരുന്നു. യുധിഷ്ഠിരൻ ഭീമൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് യുധിഷ്ഠിരൻ്റെ സ്വന്തം ആനക്കൂട്ടങ്ങളെ ഭീമനെ സഹായിക്കാനായിട്ട് വിടുകയാണല്ലോ. അപ്പോൾ ഒരു കൂട്ടം ആനകൾ സുപ്രതിക എന്ന് പറയുന്ന ആനയെ ആക്രമിക്കാൻ തുടങ്ങി. അന്നേരം ഭീമൻ ഇത് നല്ല അവസരമായിട്ട് കണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഭാഗദത്തൻ്റെ സുപ്രതിക എന്ന് പറയുന്ന ആനയും പാണ്ഡവരുടെ ആനക്കൂട്ടങ്ങളുമായിട്ട് യുദ്ധമാണ്. ആ യുദ്ധത്തെ നയിക്കുന്ന ദശർഹൻ എന്ന് പറയുന്ന രാജാവായിരുന്നു. ആ ആനക്കൂട്ടങ്ങൾ ഭാഗദത്തനെ ചുറ്റി വളഞ്ഞു എന്നുള്ള. എന്നിട്ട് ഒരു അസംഖ്യം അസ്ത്രങ്ങളെ കൊണ്ട് ഭാഗത്തിനെ മൂടി. പക്ഷേ ഭാഗദത്തിൻ്റെ കയ്യിലിരുന്ന അങ്കുശം കൊണ്ട് എല്ലാ അസ്ത്രങ്ങളെയും അകറ്റുകയാണെന്നുള്ളത്. എന്നിട്ട് സുപ്രതികനെ മുന്നോട്ട് പോകാൻ നിർദ്ദേശം കൊടുത്തു. സുപ്രതിക എന്ന് പറഞ്ഞ ആന മുന്നോട്ട് വന്ന് എതിരെ നിന്ന എല്ലാ ആനകളെയും കൊല്ലുകയാണെന്നുള്ളത്. ഒരു കൊടുങ്കാറ്റ് കാട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എങ്ങനെയാണോ കാട്ടിലുള്ള മരങ്ങളെല്ലാം തകർക്കുന്ന അതേപോലെ രഥങ്ങളെയും കുതിരപ്പടയാളികളെയും കാൽപ്പടയാളികളെയും എല്ലാവരെയും ഈ സുപ്രതിക എന്ന് പറഞ്ഞ ആന തകർക്കുകയാണെന്നുള്ളത്. ഇവിടെ ആരും എതിരെ ഇന്ന് ആരും ജീവനോടെ ഇല്ല. ആ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആന വരുന്ന കണ്ടിട്ട് എല്ലാ യോദ്ധാക്കളും ഓടാൻ തുടങ്ങി. മറ്റ് ആനകൾ ഓടാൻ തുടങ്ങി, കുതിരകൾ ഓടാൻ തുടങ്ങി. ഇതെല്ലാം ഓടുന്ന കണ്ടിട്ട് സുപ്രതികൻ ആനയായിട്ടും ആനയ്ക്ക് ഭയങ്കര സന്തോഷം. ആന അലറാൻ തുടങ്ങി എന്നുള്ളതാണ്. അന്നേരം ദൂരെ നിന്ന് അർജുൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുൻ അപ്പോഴും സംശപ്തകന്മാരും നാരായണസേനയായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സുപ്രതികൻ്റെ ഈ അലർച്ച കേൾക്കുമായിരുന്നു. ആ ശബ്ദം കേട്ടിട്ട് അർജുൻ ഭഗവാനോട് പറഞ്ഞു, മധുസൂദന, പ്രാഗ്ജ്യോതിഷപുരത്തിലെ ആ ഭാഗദത്തൻ നമ്മുടെ സൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സുപ്രതികൻ എന്ന് പറഞ്ഞ ആനയെ നമുക്ക് മാത്രമേ തടയാൻ കഴിയൂ. കൃഷ്ണ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഉടനെ ഭാഗദത്തിൻ്റെ അടുത്ത് പോകണോ? അവരെ കൊന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഭഗവാൻ അത് അംഗീകരിച്ചു. എന്നിട്ട് ഉടൻ തന്നെ കുതിരകളെ പാണ്ഡവ സൈന്യത്തിൻ്റെ അടുത്തേക്ക് നീക്കുകയാണ്. അത് കണ്ടിട്ട് ഉടനെ സംശപ്തകന്മാർ വെല്ലുവിളിക്കുകയാണ്. എടാ, നീ എന്തോ പേടിച്ചു പോയോ? നീ എന്താ ഇവിടെ യുദ്ധം വിട്ടിട്ട് പോകുന്നത്? നമ്മളെ തോൽപ്പിച്ചിട്ടില്ല നീ ഇതുവരെ. അപ്പോൾ അർജുൻ ആകെ സംഭ്രാന്തിയിലായി. കാരണം ഭാഗദത്തൻ്റെ ആനയിൽ നിന്നും പാണ്ഡവരെ രക്ഷിക്കുകയും ചെയ്യണം. പക്ഷേ സംശപ്തകന്മാരിൽ നിന്നും അവരുടെ വെല്ലുവിളിയെ തടയാനും കഴിയില്ല. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണനോട് അർജുൻ പറഞ്ഞു, ഭഗവാനെ, രഥം നിർത്തൂ, ഇപ്പം തന്നെ ഞാൻ സംശപ്തകന്മാരെ തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭാഗത്തിൻ്റെ അടുത്തേക്ക് പോകും. അന്നേരം ഭഗവാൻ വീണ്ടും രഥം തിരിച്ചു. പക്ഷെ എന്നിട്ടും അർജുന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. കാരണം 1,00,000 യോദ്ധാക്കളാണ് അർജുനെതിരെ നിൽക്കുന്നത്. അവർ വലിയൊരു സമുദ്രം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുമായിട്ടൊക്കെ യുദ്ധം ചെയ്യണമെങ്കിൽ ഏകദേശം മണിക്കൂറോളം എടുക്കും അവരെ കീഴ്പ്പെടുത്താൻ. ആ സമയം കൊണ്ട് ഭാഗദത്തൻ്റെ ആന പാണ്ഡവ സൈന്യത്തെ മുഴുവൻ തീർക്കും. ഉടൻ തന്നെ സംശപ്തകന്മാർ ഒരു കൂട്ടം അസ്ത്രങ്ങളെ അർജുനെതിരെ എറിഞ്ഞു. അസംഖ്യം അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞ് അർജുനെതിരെ വരികയാണ്. അത് അർജുനെയും മുറിവേൽപ്പിച്ചു, ഭഗവാൻ കൃഷ്ണനെ മുറിവേൽപ്പിച്ചു. ഭഗവാന്റെ കയ്യിൽ നിന്ന് ഞാണും ചാട്ടയും വീണു എന്നുള്ള, കുതിരയുടെ ആ കയറും ചാട്ടയും കയ്യിൽ നിന്ന് വീണു. ഒരു കൂട്ടം അസ്ത്രങ്ങൾ ഭഗവാൻ മൂടിക്കിടക്കുകയാണ്. രഥം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. അർജുൻ്റെ എല്ലാ ക്ഷമയും കെട്ടു. എന്നിട്ട് അർജുൻ എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു. കാരണം ഇതുവരെയും അർജുൻ അങ്ങനെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് വേണം, ദ്രോണാചാര്യ മുന്നും പിന്നും നോക്കാതെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ് സാധാരണ യോദ്ധാക്കൾക്കെതിരെ.
പക്ഷെ അർജുൻ നോക്കണേ, ആവശ്യമില്ലാതെ ഒരിക്കലും ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കത്തില്ല. അവസാനം അർജുൻ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുകയാണ്. എന്നിട്ട് ആ അസ്ത്രം വില്ലുമായിട്ട് കോർത്തു. എന്നിട്ട് ആ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അത് അയച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ അസംഖ്യമാസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ ശക്തിയാൽ എല്ലാ എതിരാളികൾക്കും എതിരെ തിരിയുകയാണ്. വലിയ അസ്ത്രങ്ങൾ കൊണ്ടൊരു ഭിത്തി നിർമ്മിക്കപ്പെട്ടു. അത് സംശപ്തകന്മാരെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തലയും കൈകളും കാലുകളും എല്ലാം തുണ്ടം തുണ്ടുമായിട്ട് പല ദിശകളിലും ചെതറിക്കിടക്കാൻ തുടങ്ങി. രഥങ്ങളെല്ലാം തകർന്നു, ആനകളെല്ലാം തകർന്നു, കുതിരകളും പടയാളികളും അതിലിരുന്ന് എല്ലാവരും മരിച്ചു. ആയിരക്കണക്കിന് ആൾക്കാർ ഒറ്റ നിമിഷം കൊണ്ട് മരിച്ചു എന്നുള്ള. മുഴുവൻ യോദ്ധാക്കളും തീയിൽ മൂടിക്കിടക്കുന്ന പോലെ തോന്നി. അർജുൻ്റെ ആ ദിവ്യശക്തിയാൽ എല്ലാവരും തകരുകയാണ്. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയൊക്കെയോ തിരിച്ച് അസ്ത്രങ്ങളുടെ ആ മൂടിപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നിട്ട് പാർത്ഥനോട് പറഞ്ഞു, പാർത്ഥ കൊള്ളാം, ഇത്രയും നല്ല രീതിയിൽ ദേവേന്ദ്രനോ കുബേരനോ യമരാജനോ പോലും യുദ്ധം ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സൈന്യം മുഴുവൻ തീർന്നിരിക്കുകയാണ്. ഈയാമ്പാറ്റ തീയിൽ ചാടുന്ന പോലെ നിന്റെ മുമ്പിൽ അവരെല്ലാം മരിച്ചു വീണു എന്ന് പറഞ്ഞു. അർജുൻ ഉടനെ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ പെട്ടെന്ന് നമുക്ക് ഭാഗവതത്തിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള സംശപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കാറ്റിൻ്റെ വേഗതയിൽ രഥം യുദ്ധകളത്തിൽ ഭാഗവതത്തിൻ്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ്. അർജുൻ അവിടെ എത്തിയെന്ന് കണ്ടപ്പം തന്നെ ദുര്യോധൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം യോദ്ധാക്കൾ അർജുനെ ആക്രമിക്കുകയാണ്. കൂട്ടത്തോടെ അർജുനെ ആക്രമിച്ചു. അസംഖ്യ അസ്ത്രങ്ങളും കുന്തങ്ങളും എല്ലാം എറിഞ്ഞ് ഇതെല്ലാം അർജുൻ തടുത്തു എന്നുള്ളതാണ്. അർജുൻ്റെ ഗാണ്ഡീവം എപ്പോഴും വളഞ്ഞ് ഇന്ന് അസ്ത്രങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ചീറിപ്പാഞ്ഞ അസ്ത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒട്ടും ഭയപ്പെടാതെ കൗരവരെല്ലാം അർജുനെതിരെ ചാടി വീണുകൊണ്ടേയിരുന്നു. അർജുൻ കൊയ്ത്തുകാലത്ത് കൃഷിക്കാരൻ എങ്ങനെയാണ് കൊയ്തെടുക്കുന്നത് അതേപോലെ ഓരോ ആൾക്കാരുടെയും തല കൊയ്തെടുക്കുകയായിരുന്നു. അർജുൻ യോദ്ധാക്കളെല്ലാം കൊല്ലുന്നത് കണ്ടിട്ട് ഭാഗദത്തൻ അർജുനെതിരെ ചാടി വരികയാണ്. അർജുൻ സുപ്രതികൻ എന്ന് പറയുന്ന ആന അർജുൻ്റെ രഥത്തെ ആക്രമിക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ അർജുൻ കണക്കില്ലാതെ കൗരവ യോദ്ധാക്കളെ കൊല്ലുന്നു എന്ന് കണ്ടപ്പോൾ ഭാഗദത്തൻ്റെ ആനയായ സുപ്രതികനുമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ ഒരു കുലുക്കവും ഇല്ലാതെ ആ അസ്ത്രങ്ങൾക്കെതിരെ മറുപടി അയച്ചു. അങ്ങനെ ഭാഗദത്തനും അർജുനുമായിട്ട് വളരെ ഭീകര യുദ്ധമായി. ഭാഗദത്തൻ ഒരു 100 അസ്ത്രങ്ങൾ അർജുനും ഭഗവാൻ കൃഷ്ണനും എതിരെ അയക്കുകയാണ്. പക്ഷെ കുന്തിപുത്രനായ അർജുൻ അതിനെല്ലാം തടുത്തു. ഇനി ആനയെ കൊണ്ട് ചവിട്ടി ചതയ്ക്കാമെന്ന് വിചാരിച്ച് സുപ്രതികൻ എന്ന് പറഞ്ഞ ആനയെ നേരെ മുന്നോട്ട് വിടുകയാണ്. എന്നിട്ട് ഈ ആന വളരെ ഡേഞ്ചറസ് ആനയാണെന്ന് എല്ലാവരും ഓർക്കുക. ഒരു കൂട്ടം അസ്ത്രങ്ങൾ അർജുൻ സുപ്രതികൻ എന്ന് പറയുന്ന ആനയ്ക്കെതിരെ എറിഞ്ഞിട്ടും ആന ഒരു കൂസലും ഇല്ലാതെ അലറിക്കൊണ്ട് അർജുനെയും ഭഗവാൻ കൃഷ്ണനെയും രഥത്തെയും ചവിട്ടി ചതയ്ക്കാനായിട്ട് വരികയാണ്. പക്ഷേ ആന മുന്നിൽ അടുത്തെത്തുന്നത് വരെ ഭഗവാൻ അവിടെ തന്നെ രഥത്തെ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് നിമിഷം രഥത്തെ ഇടതോട്ട് ഒറ്റ നീക്കുകയാണ്. അതായത് ആനയ്ക്ക് തോന്നി ഭഗവാൻ നേരെ തന്നെ വരികയായിരുന്നു. നേരെ വന്ന് ഇടിക്കാനാണ് പ്ലാൻ എന്നാണെന്ന് ആന സന്തോഷത്തോടുകൂടി ഇപ്പം നിങ്ങളെയൊക്കെ ശരിയാക്കാടാന്ന് പറഞ്ഞിട്ട് ആന മുന്നോട്ട് വരികയാണ്. പക്ഷെ ലാസ്റ്റ് നിമിഷം ഭഗവാൻ എന്ത് ചെയ്തു? ഇടതോട്ട് രഥം അങ്ങോട്ട് തിരിച്ചു. ആ സമയത്ത് അർജുന് നല്ല ചാൻസ് ആയിരുന്നു ആനയുടെ തല നോക്കി ഒരു അസ്ത്രം അയക്കാൻ. വളരെ അടുത്തായിരുന്നു, ഭാഗത്തിനും അടുത്തുണ്ടായിരുന്നു. പക്ഷെ അർജുൻ അത് ചെയ്തില്ല. കാരണം ഒരിക്കലും അശ്രദ്ധനായിട്ടിരിക്കുന്ന യോദ്ധാവിനെയോ ആക്രമിക്കാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അപ്പം തന്നെ ആ ആന തീർന്നേനുള്ളൂ, ആനയും ആ ഭാഗതത്തിനും. അന്നേരം
അർജുന്റെ രഥം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആനയ്ക്ക് വീണ്ടും ദേഷ്യമായി. അന്നേരം ആ ഓടി വരികയായിരുന്നു. അന്നേരം അവര് ഒഴിഞ്ഞു മാറിയെന്ന് കണ്ടു. പക്ഷെ ആ കലി മുഴുവൻ ആന തീർത്തത് മുന്നിലുള്ള ആൾക്കാരോടാണ്. മുന്നിൽ 100 കണക്കിന് തേരാളികളും യോദ്ധാക്കളും കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ചവിട്ടി ചമ്മന്തിയാക്കി എന്നുള്ളതാണ്. അതിൽ കുതിര ഏതാണ്, ആന ഏതാണ്, തേരാളികളാരോ യോദ്ധാക്കളായിരുന്നു ആരും തിരിച്ചറിയാത്ത രീതിയിൽ ചപ്പാത്തി പരവാക്കി എന്നുള്ളതാണ്. ഇത് കണ്ടതോടുകൂടി അർജുന് ദേഷ്യമായി. ഉടൻ തന്നെ രഥം നേരെ ഭാഗവതത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. പെട്ടെന്ന് തന്നെ 4 അസ്ത്രങ്ങൾ അയച്ചു. ആ 4 അസ്ത്രങ്ങൾ കൊണ്ട് ഭാഗവതത്തിൻ്റെ വില്ലൊടിഞ്ഞു. അടുത്ത 2 അസ്ത്രങ്ങൾ അയച്ച് ഭാഗവതത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന 2 യോദ്ധാക്കളെ കൊല്ലുകയാണ്. ഉടൻ തന്നെ പ്രാഗ്ജ്യോതിഷപുരത്തിലെ യോദ്ധാവായ ഭാഗവതൻ 14 കുന്തങ്ങളാണ് ഒന്നിൻ്റെ പുറകെ അർജുനെതിരെ അയച്ചത്. അതിവേഗതയിൽ അതെല്ലാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അർജുൻ ഉടൻ തന്നെ ഓരോ കുന്തങ്ങളെയും 3 തുണ്ടങ്ങളാക്കി എന്നുള്ളതാണ്. അതിനുശേഷം ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ സുപ്രതിക എന്ന് പറയുന്ന ആനയുടെ ആ കവചത്തെ തകർക്കുകയാണ്. അത് തുണ്ടമായിട്ട് തകർന്ന് വീഴുകയാണ്. ഉടൻ തന്നെ വീണ്ടും വലിയൊരു കുന്തം എടുത്ത് അർജുനെതിരെ എറിയുകയാണ്. വീണ്ടും അർജുൻ അത് ഒറ്റ അസ്ത്രം കൊണ്ട് 2 തുണ്ടമാക്കുകയാണ്. എന്നിട്ട് ഭാഗവതത്തിൻ്റെ കൊടിയും അതിൻ്റെ കുടയും തകർക്കുകയാണ്. അതിനുശേഷം 10 അസ്ത്രങ്ങൾ അയച്ച് ഭാഗവതത്തിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയാണ്. ഉടൻ തന്നെ ഭാഗവതൻ വീണ്ടും 2 കുന്തങ്ങളെടുത്ത് അർജുനെതിരെ എറിയുകയാണ്. അതിൽ ഒരു കുന്തം അർജുൻ്റെ കിരീടത്തെ തകർക്കുകയാണ്. അർജുൻ തുറിച്ചൊന്ന് ഭാഗവതത്തിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അവസാനമായിട്ട് നീ ഈ ലോകത്തെ ഒന്ന് കാണൂ ഭാഗവത, ഇനി നിന്റെ മരണം ഉറപ്പാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭാഗവതൻ അടുത്തൊരു വില്ലെടുത്ത് അർജുനെയും ഭഗവാൻ കൃഷ്ണനെയും ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ മൂടിയെന്നുള്ളു. അർജുൻ അതിനെയെല്ലാം തടുത്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് അസ്ത്രങ്ങൾ അയച്ച് ഭാഗവതത്തിൻ്റെ വില്ലിനെ തുണ്ടമൊക്കെയാണ്. എന്നിട്ട് ഭാഗവതത്തിൻ്റെ ദേഹം മുഴുവൻ അസ്ത്രങ്ങളാൽ മുറിവേൽക്കുകയാണ്. ഉടൻ തന്നെ ഭാഗവതൻ കയ്യിലിരിക്കുന്ന അങ്കുശം എടുത്തു. എന്നിട്ട് വൈഷ്ണവ അസ്ത്രത്തെ ആവാഹിക്കുകയാണ്. അവൻ്റെ കയ്യിലുള്ള ഒരു സീക്രട്ട് അസ്ത്രമായിരുന്നു വൈഷ്ണവ അസ്ത്രം. ആ വൈഷ്ണവ അസ്ത്രത്തെ ആവാഹിക്കാനുള്ള ആ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആർക്കും തടയാൻ പറ്റാത്ത ആ അസ്ത്രത്തെ ആ ആനയുടെ അങ്കുശത്തിലേക്ക് ആവാഹിച്ചിട്ട് എല്ലാ ശക്തിയും ആവാഹിച്ച് അത് അർജുനെതിരെ എറിയുകയാണ്. അർജുൻ്റെയും ഭാഗവതത്തിൻ്റെയും യുദ്ധം കണ്ടുകൊണ്ട് നിന്നിരുന്ന എല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ആ വൈഷ്ണവാസ്ത്രം സാധാരണ അസ്ത്രമല്ല, ബ്രഹ്മാസ്ത്രത്തെക്കാട്ടിയും ശക്തമാണ്. സാക്ഷാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെ ഒരുമിച്ച് നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അത് ചീറിപ്പാഞ്ഞ് അർജുനെതിരെ വരികയാണ്. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? എഴുന്നേറ്റങ്ങ് ആ അസ്ത്രത്തെ നെഞ്ചിലേക്ക് സ്വീകരിക്കുകയാണ്. കൈ ഉയർത്തി അർജുനന് മറഞ്ഞു നിന്നിട്ട് ആ അസ്ത്രത്തെ നെഞ്ചിലേക്ക് സ്വീകരിക്കുകയാണ്. ആ അസ്ത്രം ഭഗവാന്റെ ദേഹത്ത് കൊണ്ട ഉടൻ തന്നെ അതൊരു മാലയായിട്ട് മാറുകയാണ്. ഇത് കണ്ടിട്ട് അർജുൻ ഭയങ്കര വിഷമവും സ്നേഹമൊക്കെ തോന്നി. എന്നിട്ട് അർജുൻ ചിന്തിക്കുകയാണ്, കൃഷ്ണൻ എന്തിനാ ഇടപെട്ടത്? എന്നിട്ട് ഭാഗവതത്തിനെ നോക്കിക്കൊണ്ട്, എന്നിട്ട് ഭാഗവതത്തിനാണെങ്കിൽ വായും പൊളച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ വളർന്ന് നോക്കി, ഇതെന്തു പറ്റി, ഇതെങ്ങനെ മാലയായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അർജുൻ കൃഷ്ണനോട് പറയാം, താമരക്കണ്ണ, അങ്ങൊരിക്കലും യുദ്ധത്തിൽ ഇടപെടത്തില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ ജോലി ചെയ്താൽ പോരെ? അങ്ങയുടെ ജോലി രഥം ഓട്ടിക്കാറുന്നതല്ലേ, പിന്നെ എന്താ അങ്ങ് ഇടയ്ക്ക് വന്നത്? എനിക്കറിയാം അങ്ങ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന്. പക്ഷേ എനിക്കത് തടുക്കാൻ പറ്റുമല്ലോ. ഞാനിവിടെ ആയുധം പിടിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ ഈ ആയുധം പിടിച്ചിരിക്കുന്നത്
ദേവന്മാരും അസുരന്മാരും ചേർന്നാൽ പോലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് അങ്ങ് ഇടയ്ക്ക് വന്നത്? അപ്പോൾ ഭഗവാൻ രഥത്തെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയുക, നീ ഉദ്ദേശിച്ച അസ്ത്രമല്ല ഭാഗവതത്തിന് അയച്ചിരിക്കുന്നത്, അത് നിന്നെ കൊന്നേനെ. കാരണം ഞാൻ യോഗനിദ്രയിലാണ്ടിരുന്നപ്പോൾ ഞാൻ ഭൂമിദേവിയെ വരാഹ അവതാരം എടുത്ത് ഉയർത്തിയ സമയത്ത് ഭൂമിദേവി പറഞ്ഞിരുന്നു, എൻ്റെ മകനായ നരകന് അങ്ങ് ഒരു വിശേഷപ്പെട്ട അസ്ത്രം നൽകണമെന്ന്, അവൻ്റെ സംരക്ഷണത്തിനായിട്ട്. ആ അസ്ത്രങ്ങളെ തടുക്കാൻ ആർക്കും കഴിയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്ത അസ്ത്രമാണ് അവ ഇപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. ആ അസ്ത്രം നരകാസുരൻ്റെ വധത്തിന് ശേഷം ഭാഗവതത്തിൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഈ അസ്ത്രത്തിനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേവന്മാർക്കോ രുദ്രനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ അസ്ത്രത്തെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനും അത് സ്വീകരിച്ചു. ഇനി നിനക്ക് ഭാഗവതത്തിനെ കൊല്ലാൻ കഴിയുന്നത്. ഞാൻ എങ്ങനെയാണ് നരകനെ കൊന്നത്, അതേപോലെ നീ അവനെയും കൊല്ലാൻ പറഞ്ഞു. അപ്പോഴാണ് അർജുനന് മനസ്സിലായത് ഭഗവാൻ വലിയൊരു ഉപകാരമാണ് ചെയ്തതെന്ന്. അർജുൻ ഭാഗവതത്തിനെ തുറച്ചു നോക്കി. ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ ഭാഗവതത്തിനെ മൂടി. ഉടൻ തന്നെ അർജുൻ നല്ല ശക്തമായിട്ടുള്ള കുന്തം എടുത്തു. എന്നിട്ട് സാക്ഷാൽ ദേവേന്ദ്രൻ്റെ വജ്രത്തെ അതിൽ ആവാഹിച്ചു. ഫുൾ ശക്തി എടുത്ത് ഒറ്റയേറി അത് സുപ്രതികൻ എന്ന് പറയുന്ന ആനയ്ക്കെതിരെ എറിഞ്ഞെന്നുള്ളതാണ്. ആ വജ്രായുധത്തെ ആവാഹിച്ച ആ കുന്തം അത് ആ സുപ്രതികൻ എന്ന് പറയുന്ന ആനയുടെ നെറ്റി പിളർന്ന് അതിൻ്റെ ആ കുന്തത്തിൻ്റെ അറ്റം മാത്രം പുറത്ത് കാണാൻ പറ്റുന്നു. അത്രയും ഉള്ളിലോട്ട് പോയെന്നുള്ളതാണ്. ഉടൻ തന്നെ സുപ്രതികൻ്റെ എല്ലാ ചാട്ടവും നിന്നു, കൈകാലുകൾ കുഴഞ്ഞു, ടപ്പ് എന്ന് പറയുന്ന വീണു എന്നുള്ളതാണ്. ഇടി വെട്ടി വലിയ ഒരു മരം വീഴുന്നത് പോലെയായിരുന്നു ആനയുടെ വീഴ്ച. ആ സമയത്ത് ഭാഗവതൻ ആനപ്പുറത്തുനിന്ന് എടുത്ത് ചാടുകയാണ്. പക്ഷെ ഭാഗവതൻ കാല് തറയിൽ മുട്ടിക്കുന്നതിന് മുമ്പേ ചന്ദ്രകല ആകൃതിയിലൊരു അസ്ത്രം എടുത്ത് അർജുൻ നല്ലൊരു പണി കൊടുത്തു എന്നുള്ളതാണ്. അത് അവൻ്റെ നെഞ്ച് തുളച്ച് അവൻ്റെ ഹൃദയത്തെ രണ്ട് തുണ്ടമാക്കി. ഉടനെ അവനും വീണുള്ള അവൻ്റെ കൈകാലുകളൊക്കെ അതിലെ അവൻ്റെ ശരീരം മുഴുവൻ അതിൽ നിന്ന് ആ ജീവൻ പോയി കഴിഞ്ഞാൽ ശരീരം എങ്ങനെയാണ് ഒരു നിർജീവമായിട്ട് കിടക്കുന്നത്, അതേപോലെ കൈയും കാലുകളൊക്കെ ചെതറി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഭാഗത്തൻ വീണ് കിടക്കുകയാണ്. അർജുന് വളരെ ശക്തനായിട്ടുള്ളൊരു യോദ്ധാവിനെ പോലെ തോന്നി ഭാഗത്തിനെ കണ്ടപ്പോൾ. അതുകൊണ്ട് അർജുൻ പുറത്തിറങ്ങി രഥത്തിൽ നിന്ന് ഇറങ്ങി ഒരു പ്രദക്ഷിണം ചെയ്തു ഭാഗത്തിന്. എന്നിട്ട് രഥത്തിൽ കയറി വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. ആ സമയത്ത് ശകുനിയുടെ 2 സഹോദരന്മാർ അലറിക്കൊണ്ട് അർജുനെ വെല്ലുവിളിക്കുകയാണ്. അതിനോടൊപ്പം 1000 ഗാന്ധാര രാജ്യത്തിലെ യോദ്ധാക്കളും അർജുനെ വെല്ലുവിളിക്കുകയാണ്. അവരെല്ലാം അർജുനെതിരെ ചാടി വീഴുകയായിരുന്നു. ഒരു കുലുക്കം ഇല്ലാതെ അർജുൻ മൂർച്ചയേറിയ കുറേ അസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ എല്ലാം തലയിറക്കുകയാണ്. ഇത് കണ്ടിട്ട് ശകുനിക്ക് ഭയങ്കര ദേഷ്യം. ശകുനി ഉടനെ അർജുനോട് യുദ്ധം ചെയ്യാൻ വരികയാണ്. എന്നിട്ട് ശകുനി എന്ത് ചെയ്തു? മായാശക്തിയാൽ നിറഞ്ഞ അസുരാസ്ത്രം എടുത്ത് അർജുനെതിരെ പ്രയോഗിക്കുകയാണ്. ഉടൻ തന്നെ ഗദകളും ലോഹത്തിൻ്റെ പല മൂർച്ചയേറിയ പന്തുകളും പാറകളും കുന്തങ്ങളും പലതരത്തിലുള്ള വാളുകളും ത്രിശൂലങ്ങളും മഴുക്കളും എല്ലാം അർജുനെതിരെ എല്ലാ ദിശകളിൽ നിന്നും വരികയാണ്. ഭീകര മൃഗങ്ങളും അലറിക്കൊണ്ട് അർജുനെ ആക്രമിക്കുക. രാക്ഷസന്മാരും പല ക്രൂരം പക്ഷികളും അസുരന്മാരും എല്ലാവരും അർജുനെ മൂടുകയെന്നുള്ള ചുറ്റും വലിയൊരു ഇരുട്ടായി. ഉടൻ തന്നെ അർജുൻ
ഗോഡിഷ്ക എന്ന് പറയുന്ന ഒരു ദിവ്യാസ്ത്രത്തെ ആവാഹിക്കുകയാണ്. അത് പ്രയോഗിച്ചു. ഉടൻ തന്നെ ശകുനി ഉപയോഗിച്ച അസുരാസ്ത്രത്തിൻ്റെ എല്ലാ ശക്തിയും കെട്ടുപോവുകയാണ്. പക്ഷെ ആ സമയത്ത് വലിയൊരു അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളം അർജുനെതിരെ ശക്തമായിട്ട് തിരികുകയായിരുന്നു. ഉടൻ തന്നെ ആദിത്യാസ്ത്രം ഉപയോഗിച്ച് ആ വെള്ളത്തെ മുഴുവൻ പറ്റിക്കുകയാണ്. ശകുനിയുടെ എല്ലാ മായാവി ശക്തികളും കെട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ആള് എന്ത് ചെയ്തു? തിരിഞ്ഞൊറ്റ ഓട്ടം. അർജുൻ വീണ്ടും ഗാന്ധാര സൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. സിംഹം എങ്ങനെയാണോ മൃഗങ്ങളെ വേട്ടയാടുന്നത്, അതേപോലെ അർജുൻ തുടർച്ചയായിട്ട് എല്ലാവരെയും തകർത്തു എന്നുള്ളതാണ്. കൗരവ യോദ്ധാക്കൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ആക്രമിച്ചു. കൗരവ യോദ്ധാക്കളും ഗാന്ധാര യോദ്ധാക്കളെ സഹായിക്കാൻ വന്നു. യുധിഷ്ഠിരൻ അർജുൻ്റെ അടുത്ത് തന്നെയായിരുന്നു, ധൃഷ്ടദ്യുമ്നൻ സാത്വികൻ. അങ്ങനെ കൗരവ സൈന്യത്തിൻ്റെ വ്യൂഹം തകർന്നു. അർജുനും ഭീമനും കൂടെ ചേർന്ന് എല്ലാവരെയും ഒട്ടിച്ചു എന്നുള്ളതാണ്. അഭിമന്യു കർണനുമായിട്ട് യുദ്ധം ചെയ്തു. ധൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അർജുൻ്റെ ആ യുദ്ധം കാരണം ദുര്യോധൻ്റെ ലക്ഷക്കണക്കിന് അസ്ത്രങ്ങൾ കൗരവർക്കെതിരെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അർജുൻ്റെ ലക്ഷക്കണക്കിന് അസ്ത്രങ്ങൾ ദുര്യോധൻ്റെ ആ വലിയ സൈന്യത്തെ മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് ഭീമൻ ഓടിക്കൊണ്ട് ഗദയും പിടിച്ചുകൊണ്ട് എല്ലാവരെയും അടിച്ചോട്ടിക്കുകയായിരുന്നു. ദ്രോണർ വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്തു. പക്ഷെ യുധിഷ്ഠിരനെ പിടിക്കാൻ ഒരു അവസരം പോലും കിട്ടിയില്ല. ദ്രോണാചാര്യർ എന്നിട്ടും ഒരുപാട് യോദ്ധാക്കളെ കൊന്നു എന്നുള്ളതാണ്. പക്ഷേ സാത്വികി യുധിഷ്ഠിരനെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഒപ്പം ധൃഷ്ടദ്യുമ്നനും മറ്റ് പാഞ്ചാല യോദ്ധാക്കളും ദ്രോണരെ തടഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ സൂര്യൻ നട്ടുച്ചയ്ക്കായി. ദ്രോണാചാര്യർ നോക്കിയപ്പോൾ കൗരവർ എല്ലാവരും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും വ്യൂഹത്തെ ഒന്നും കൂടെ തയ്യാറാക്കാം, എല്ലാവരെയും പിൻവലിച്ച് വീണ്ടും യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ചു. അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. വീണ്ടും എല്ലാവരും പിന്മാറാൻ പറഞ്ഞു. ദുര്യോധനൻ വളരെയധികം ക്രുദ്ധനായി. എന്നിട്ട് പറഞ്ഞു, ആചാര്യ, അങ്ങയുടെ പ്രതിജ്ഞയുടെ കാര്യം എന്തായി? അങ്ങ് യുധിഷ്ഠിരനെ ബന്ദിയാക്കിയില്ല. അർജുൻ ഇപ്പോഴും കണ്ടില്ലേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങയുടെ വാക്കുകളെല്ലാം കള്ളത്തരമായില്ലേ? ദ്രോണാചാര്യയുടെ എല്ലാം ക്ഷമയും കിട്ടും. അർജുന, നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാൾക്കെതിരെ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ അർജുനെ വെല്ലുവിളിക്കാനായിട്ട് ആരുമില്ല. സാക്ഷാൽ മഹാദേവനുമായിട്ട് വരെ യുദ്ധം ചെയ്ത ആളാണ് അർജുൻ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളെയും യുധിഷ്ഠിരൻ മനസ്സിലാക്കി. അതുകൊണ്ട് യുധിഷ്ഠിരൻ വളരെ സന്നദ്ധനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. യുധിഷ്ഠിരന് കാവലായിട്ട് കുറേ യോദ്ധാക്കളുണ്ട്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ. പക്ഷെ ഞാൻ ശ്രമിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു പ്രധാന യോദ്ധാവിനെ ഞാൻ കൊന്നിരിക്കും എന്നതും സത്യമാകും. ഞാനിനി പുതിയൊരു വ്യൂഹം തയ്യാറാക്കാൻ പോവുകയാണ്. സാക്ഷാൽ ദേവന്മാർക്ക് പോലും ഭേദിക്കാൻ കഴിയാത്ത ഒരു വ്യൂഹം ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ്. ഏതാണ് ആ വ്യൂഹം? അറിയാലോ. ബാക്കിയുള്ള സംശപ്തകന്മാർ അർജുനെ വെല്ലുവിളിക്കട്ടെ. അവർ അർജുനെ വെല്ലുവിളിച്ച് നേരെ ദക്ഷിണ ദിശയിലേക്ക് കൊണ്ടുപോകട്ടെ. എന്നിട്ട് വീണ്ടും നമുക്ക് യുധിഷ്ഠിരനെ ബന്ദിയാക്കാൻ നോക്കാം. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു പ്രധാന യോദ്ധാവിനെയെങ്കിലും നമ്മൾ കൊല്ലും. അങ്ങനെ ദ്രോണാചാര്യർ പാണ്ഡവ സൈന്യത്തെ ഒന്ന് തുറച്ചു നോക്കി. ദ്രോണാചാര്യർ ചിന്തിക്കുകയാണ്, ഏതെങ്കിലും ഒരു പ്രധാന യോദ്ധാവിനെ നമുക്ക് കൊല്ലാൻ കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളും തകരും. അങ്ങനെ ദ്രോണാചാര്യർ ചിന്തിച്ചു ചക്രവ്യൂഹത്തെ രചിക്കാനായിട്ട്. അതിൽ ആരെങ്കിലും പെട്ട് അതിൽ മരിക്കുക ഉറപ്പാണ്. ഇനി സാക്ഷാൽ യുധിഷ്ഠിരൻ തന്നെ അതിൽ പെട്ടാലോ നല്ലതാണല്ലോ. കാരണം അർജുന് മാത്രമേ ആ ചക്രവ്യൂഹത്തെക്കുറിച്ച് അറിയാവൂ. പാണ്ഡവരിൽ വേറെ ആർക്കും അതറിയത്തില്ല. അർജുൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ദ്രോണാചാര്യർ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു. ഹരേ കൃഷ്ണ.
അങ്ങനെ ഈ അധ്യായം കഴിയുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മഹാഭാരതം? സൂപ്പറല്ലേ? ഭഗവാൻ എഴുന്നേറ്റ് ആ വൈഷ്ണവ അസ്ത്രത്തെ എന്തും അല്ലേ? ഭഗവാന്റെ ആ ഭക്തവത്സലത. എല്ലാവരും കമൻസിലിടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. എല്ലാവർക്കും അത് തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ സുപ്രതീകൻ എന്ന് പറയുന്ന ആനയായിട്ടുള്ള യുദ്ധം. ഇനിയാണ് മഹാഭാരതത്തിലെ വലിയൊരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിൻ്റ്, ചക്രവ്യൂഹം, അഭിമന്യുവിൻ്റെ യുദ്ധം. എനിക്ക് മഹാഭാരതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രംഗമാണ് അഭിമന്യുവിൻ്റെ രംഗം. ഞാൻ ഫുൾ ഹൃദയം തുറന്ന് ഇനി അടുത്ത വീഡിയോയിൽ പറയാൻ പോവുകയാണ്. കാരണം പല സീരിയലിലൊക്കെ ആ രംഗം വളരെ അത്ര കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അഭിമന്യു വളരെ ശക്തനായിട്ടുള്ളൊരു യോദ്ധാവാണ്. അടുത്ത വീഡിയോ ഫുൾ അഭിമന്യുവിനെ കുറിച്ചാണ്. എല്ലാവരും അത് കേൾക്കണം. ഓക്കെ, അടുത്ത വീഡിയോ അധികം താമസിക്കാതെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഇത് വിശദമായിട്ട് കേൾക്കൂ. അപ്പോഴേക്കും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ നിങ്ങൾ വിശദമായിട്ട് കേൾക്കണം. അഭിമന്യു ഭഗവാന്റെ ശിഷ്യനാണ്. ഭഗവാന്റെ സഹോദരിയായ സുഭദ്രാദേവിയുടെ മകൻ അർജുൻ്റെ മകനായിരിക്കും. ഒരു വളരെ സ്പെഷ്യൽ ജന്മമാണ് അഭിമന്യുവിൻ്റെ. അത് ഞാൻ വളരെ വിസ്തരിച്ചായിരിക്കും അഭിമന്യുവിൻ്റെ ആ ഒരു രംഗം പറയുന്നത്. കാരണം ഇത് നമ്മൾ ഒരു ബുക്കിലും അത് കാണാൻ കഴിയില്ല, ഒരു വീഡിയോയിലും അത് വളരെ വിശദമായിട്ട് പറയുന്നില്ല. വളരെ സ്പെഷ്യലാണ് അഭിമന്യുവിൻ്റെ ആ യുദ്ധം. അതായിരിക്കും അടുത്ത വീഡിയോയിൽ. എല്ലാവരും തീർച്ചയായിട്ടും കാണണം, കേൾക്കണം, ഷെയർ ചെയ്യണം, കമൻസ് ഇടണം. ആ കമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി. അതിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ അത് ആഡ് ചെയ്യാനും കൂടെയാണ്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മഹാഭാരതം കഴിഞ്ഞാൽ ഉടൻ തന്നെ രാമായണം ആരംഭിക്കാനാണ് പ്ലാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അന്നേരം രാംനവമിയോട് കൂടി നമുക്ക് രാമായണം ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.